എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്ന് നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ കറി കാണാം. എൻ്റെ വീട്ടിലെല്ലാം എൻ്റെ അറിവ് തൊട്ട് ചിക്കൻ കൊണ്ടുവന്നാൽ കറി വെക്കൽ ഈ ഒരു ടൈപ്പായിരിക്കും. ഒന്നൊക്കെ ചാറാക്കും, തേങ്ങ ചുട്ടരച്ചിട്ടും വറുത്തരച്ചിട്ടോ അങ്ങനെയെല്ലാം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ ഇതിൽ ഒന്നുകിൽ ഇങ്ങനത്തെ ചീഞ്ചട്ടിയിൽ വെച്ചാലോ ഉരുളിയിൽ വെച്ചാലോ എന്നിട്ട് ഈ കറിക്ക് ഭയങ്കര സ്വാദ് കൂടുതൽ. പിന്നെ ഇറച്ചിക്കനുസരിച്ചുള്ള സവാള ആയാലും തേങ്ങ ആയാലും പൊടി ആയാലും എല്ലാം കറക്റ്റ് ആയിരിക്കണം. അത് കൂടിയാൽ ഒരു കറിക്കൊരു ടേസ്റ്റും ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു കറി ഒരു സ്വാദ് കൂടുതൽ തന്നെ. പണ്ട് നമ്മൾ ഈ കറി തന്നെ കൂട്ടി അപ്പോൾ ഈ ഒരു കറിക്ക് സ്വാദ് കൂടുതൽ തന്നെ. നമുക്ക് കുഞ്ഞുനാളിൽ കൂട്ടിയ കറിക്ക് ഇപ്പോഴും ഒരു ഇതല്ലേ. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചൂടാക്കി അതിലേക്ക് ചിക്കൻ ഇടും. ഈ ചിക്കൻ്റെ വെള്ളത്തിൽ നിന്ന് തന്നെ അതിങ്ങനെ ചുരുങ്ങി വരും. ചില ആൾക്കാർ ഈ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കും കേട്ടോ. അതും സ്വാദ് കൂടുതലാണ്. നല്ല പൊരിയായ കറി കിട്ടും. ഞാൻ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് അങ്ങനെ വേവിച്ചെടുത്തു. പിന്നെ ഈ ചട്ടിയിൽ വെച്ചെങ്കിൽ കറി മാറ്റണം. മാറ്റിയിട്ടെങ്കിൽ ഒരു രാത്രി ഫുള്ള് ഈ ചട്ടിയിൽ ഈ കറി ഇരുന്നാൽ ഒരു ഇരുമ്പ് മണക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തേൽ കറി വെച്ചിട്ട് ഞാൻ മാറ്റും. നാളേക്ക് ഈ കറി ഭയങ്കര ടേസ്റ്റാണ് ഒന്നുകൂടി ചൂടാക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് തേങ്ങ വറുത്തിടുന്നതുകൊണ്ട് പച്ചക്ക് തേങ്ങ ചരിയിടുന്നതുകൊണ്ട് ഞാനിത് പച്ചക്കാണ് ഇട്ടേ. പിന്നെ ഇതിലേക്ക് ഒണ്ടാമ്പുളി ചേർക്കും. അമ്മമ്മയെല്ലാം പറയലുണ്ട് ചിക്കൻ കറിക്ക് കുറച്ച് ഒണ്ടാമ്പുളി കൂട്ടിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നല്ല. അപ്പം ഞാനും അത് ഫോളോ ചെയ്ത് കുറച്ച് ഒണ്ടാമ്പുളിയെല്ലാം ഇട്ടു. പിന്നെ തേങ്ങയിലും ഇട്ടു. നന്നായിട്ട് ഇളക്കി ഇത് സിമ്മിലിട്ട് ഇങ്ങനെ വരട്ടി എടുക്കാം. അടിക്ക് പിടിക്കില്ല അങ്ങനത്തെ ചട്ടിയിലാകുമ്പോൾ. കരിയൊന്നുമില്ല, നല്ല പൊരിയായി കിട്ടും. അപ്പോൾ ഈ കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.